ഇതിന്റെ ട്രെയിലർ കാണുകയുണ്ടായി. അപ്പോൾ ഈ ട്രെയിലർ കണ്ടത് ഒരു കോമഡി വിത്ത് ഒരു ഫാമിലി ഓറിയന്റഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഈ മുല്ലപ്പൂ സാധാരണ ഈ ലോക്കൽ സാധനമൊക്കെ അടിക്കുമ്പോൾ ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്ന രീതിയിൽ ഈ ഇതിലെ കഥാപാത്രം ഉപയോഗിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ മുല്ലപ്പൂ അലർജി ആയിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ സിനിമയിൽ കാണിക്കുന്ന അലർജി പോലെ തന്നെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഈ ജവാൻ അടിക്കാനോ അത്തരത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. എടോ കള്ളുകൂടിയാ മനുഷ്യാ. അപ്പോൾ ശരിക്കും മുല്ലപ്പൂ ടച്ചപ്പാട്ട് കഴിച്ചിട്ടുണ്ടോ? അല്ല, ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇത് അത്തരം ഒരു ജവാനും മുല്ലപ്പൂ അല്ല. ശരിക്കും കുറേ ആളുകൾ അങ്ങനെ പറയുമെങ്കിലും ഇത് ശരിക്കും ഒറിജിനൽ ജവാൻ്റെ കുടുംബം, മുല്ലപ്പൂവിൻ്റെ മുല്ലപ്പൂവിൻ്റെ എന്താ പറയുക അത്രയും സൗന്ദര്യമുള്ള ഭാര്യ, അതുപോലൊരു മകള് ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയൊരു കുടുംബത്തിൻ്റെ കഥയാണ്. അതിനകത്ത് മുല്ലപ്പൂ അതിനകത്ത് അലർജി ആയിട്ട് കാണിക്കുന്നത് എനിക്കാണ്. മുല്ലപ്പൂ അലർജിയാണ് തുമ്മണത്. പിന്നെ എന്താ പറയുക, മുല്ലപ്പൂ ഇഷ്ടമാണ് ഭാര്യയ്ക്ക് കൂടുതൽ. അപ്പോൾ എൻ്റെ ഇഷ്ടക്കേട്, ജവാൻ്റെ ഇഷ്ടക്കേട് മനസ്സിലാക്കാതെ വീണ്ടും മുല്ലപ്പൂവിനെ സ്നേഹിക്കുന്ന ഭാര്യ. അപ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ ജവാനും മുല്ലപ്പൂവും എന്നുള്ളത് ഊഹിക്കാവുന്നതേ. റിട്ടയർഡല്ല, റിട്ടയർഡ് എന്ന് പറയാൻ പറ്റും. ഞാൻ സംശയമല്ല, ഈ പറഞ്ഞ പോലെ ചെറിയ ഡൗട്ട്. അങ്ങനെ ഈ പറയുന്ന അതിർത്തിയെക്കുറിച്ചോ വെടിവെപ്പിനെ കുറിച്ചോ അങ്ങനെയൊന്നും സംസാരിക്കാത്ത ഒരു അത്തരം ഒരു മൂഡല്ല പോകുന്നത്. ഒരു ഫാമിലി ഇത് തന്നെയായിട്ട് പോകുന്നൊരു പടമാണ്. ബാക്കി ടീച്ചർ പറ. ടീച്ചറെ ശരിക്കും ഇതില് മുല്ലപ്പൂ അലർജി എന്ന ജവാനാണെങ്കിലും റിയലില് മുല്ലപ്പൂ അലർജി ശിവദാണ്. അതെ അതെ അതെ. എങ്ങനെയാ അത് മുന്നോട്ട് കൊണ്ടുപോയി? മരുന്ന് കഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ മുല്ലപ്പൂ ഉണ്ടെന്ന് പറയുന്ന സീൻസിലൊക്കെ മരുന്ന് കഴിച്ചിട്ടായിരുന്നു പോയി നിന്നിരുന്നത്. ഇപ്പൊ ഈ മീശവാദം സിനിമയിലൊക്കെ ഈ പട്ടാളക്കാര് അല്ലെങ്കിൽ ജവാന് നമ്മള് ഈ ഓരോ മൂവികളിൽ കാണിക്കുമ്പോൾ ഉണ്ടല്ലോ, കോമഡി ആയിട്ടാണല്ലോ കാണിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു പുരുഷു എന്ന് പറഞ്ഞൊരു ഒരു കോമഡി കഥാപാത്രം തന്നെയാണ് ഇതിനകത്ത് ജവാന്. ഇത് അങ്ങനൊരു കോമഡി കഥാപാത്രമല്ല. അത് ശരിക്കും ഇയാളൊരു കർക്കശക്കാരനാണ്. അയാളുടെ നിർബന്ധബുദ്ധികളൊക്കെ കാണിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതിനകത്ത്. കഥയിലൂടെ പോകുന്ന ചെറിയ കോമഡികളൊക്കെ ഉണ്ടെന്നല്ലാതെ ആ പട്ടാള ക്യാരക്ടറിലൂടെ വലിയ കോമഡിയൊന്നും ഇതിനകത്ത് ഇല്ല. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മണ്ടത്തരമായി ഭവിക്കുന്ന ഒരു ജവാനാണോ? ഈ ഇൻ്റർവ്യൂന്ന് ഞാൻ ഔട്ടാവും. ഇത് ഞാൻ പാസ്സാവില്ല, എൻ്റെ ജോലി തെറിച്ച്. അതെ അതെ, അത്തരത്തിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഒരു മൂഡിലാണ് പോണത്. ഇയാൾ വലിയ ഗൗരവമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാഴ്ചക്കാർക്ക് മണ്ടത്തരമായിരിക്കാം, പക്ഷേ ഇയാൾ റിയലായിട്ട് ചെയ്യുന്നതല്ലേ. ഇയാൾക്ക് ചില ചിട്ടവട്ടങ്ങളുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാരണവന്മാരും അതുപോലെ ഇയാളുടെ പഴയ ഒരു കുടുംബ പാരമ്പര്യങ്ങളൊക്കെ കുറച്ച് നിലനിർത്തി പോകുന്ന ഒരു പഴയ കാര്യങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവക്കാരനാണ്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ചില കർക്കശ രീതികളുണ്ട്. പക്ഷേ ഭാര്യയെ സംബന്ധിച്ചും കുട്ടിയെ സംബന്ധിച്ചൊക്കെ കുറച്ചും കൂടെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അത് ആ ഒരു മാനറിസാണ് പുള്ളിയുടെ ക്യാരക്ടറിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ശിവതയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പഴഞ്ചനും ശിവത എന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇത്തിരി മോഡേൺ ആയി തിങ്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഇത്തിരി കൂടി ബോൾഡായിട്ട് ചിന്തിക്കുന്ന ഒരു കഥാപാത്രമാണ്. മോഡേൺ എന്നതിലുപരി ഇവരുടെ ചില സ്വഭാവ രീതികൾ രണ്ട് ധ്രുവങ്ങളിലാണ്. രണ്ട് ധ്രുവങ്ങളാണ് രണ്ടുപേരും. ചില ഇഷ്ടങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ മുല്ലപ്പൂ ചൂടാനും അതുപോലെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ മീൻസ് അവരുടേതായ സ്വകാര്യതയിലൊക്കെ ഒരു മുല്ലപ്പൂ ചൂടാനും അങ്ങനെ ഒരു താല്പര്യമുള്ള ഒരാളാണ് നമ്മുടെ ശിവത ചെയ്യുന്ന ക്യാരക്ടർ. പക്ഷേ മുല്ലപ്പൂ അലർജിയാണ് പുള്ളിക്ക്. എന്നാലും മുല്ലപ്പൂ വീണ്ടും അദ്ദേഹം വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ ആ ഒരു അപ്പോൾ അത് ഫോളോ ചെയ്യാത്തതിൻ്റെ ദേഷ്യം. അപ്പോൾ അങ്ങനെയുള്ള പൊരുത്തക്കേടുകളാണ്. അതായത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ മുല്ലപ്പൂമ്പടിയേറ്റ് കിടക്കും കല്ലിന് കൊണ്ടുള്ള ഒരു സൗരഭ്യം എന്ന് പറഞ്ഞാൽ ആ സൗരഭ്യം ഈ ഭർത്താവ് എന്ന ക്യാരക്ടർ ഉണ്ടോ? അത്
മാഷ് ഉപമിച്ച കാര്യം ഇതിനകത്തില്ല. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു ഇഷ്ടങ്ങളാണ് രണ്ടുപേരുടെയും. ഒരാൾക്ക് മുല്ലപ്പൂവിനോട് ഭയങ്കര താല്പര്യമാണ്, അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്ത് ബന്ധങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. വീട്ടിൽ മുല്ലപ്പൂ ഭാര്യ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന വീണ്ടും മുല്ലപ്പൂ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ പിന്നെയും മുല്ലപ്പൂ കൊണ്ടുവരും. അപ്പോൾ ആ ഒരു ദേഷ്യം. അപ്പോൾ അങ്ങനെ രണ്ടും രണ്ട് ഇഷ്ടങ്ങളാണ് ശരിക്കും. ഇത് ശരിക്കും ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്ക് ഈ മണമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മണത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഛർദ്ദിക്കാനൊക്കെ വരും. അപ്പോൾ അതുപോലെ ഇത് ആരുടെയെങ്കിലും ഒരു ലൈഫിൽ നിന്ന് ഒരു ഇൻസ്പയർ ആയിട്ട് എടുത്തൊരു സ്റ്റോറിയാണ്? അല്ല, അങ്ങനെ ഇൻസ്പയറായി എടുത്ത സ്റ്റോറി എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് സ്ക്രിപ്റ്റ് റൈറ്റർ അയാളുടെ ഭാവനയിൽ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഇൻസിഡൻ്റ് ആയിട്ട് വന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാദൃശ്യമായിട്ട് ഇപ്പോൾ സിനിമയുടെ ലൊക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശിവതയ്ക്ക് മുല്ലപ്പൂ റിയലായിട്ട് അലർജിയാണെന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും ഷൂട്ടിൻ്റെ അന്നത്തെ ദിവസം വരെ അറിയില്ല. മുല്ലപ്പൂ കൊണ്ടുവന്നപ്പോൾ തുമ്മി തുടങ്ങിയപ്പോഴാണ് മരുന്ന് വാങ്ങിക്കാൻ ആൾക്കാർ പോകുന്നു. ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അത്ര കണ്ടിന്യൂസ് ആയിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നിർത്താതെ തുമ്മും. നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ. നമുക്ക് അത്ഭുതമായി പോയി, ഇങ്ങനെയുണ്ടോ മുല്ലപ്പൂ അലർജി, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെന്ന്. ശരിക്കും സ്ക്രിപ്റ്റ് റൈറ്റർ ഇങ്ങനെ പറഞ്ഞു എന്നോട്, സുരേഷ് കൃഷ്ണ അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതിയപ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റിയലി ശിവതയ്ക്ക് ഇങ്ങനെ വന്നപ്പോൾ ശരിക്കും ഒരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം ഇങ്ങനെ തുമ്മുന്നത് ഇത് ആദ്യമായിട്ടാണ്. തലവേദന എടുക്കുമായിരുന്നു, എപ്പോഴും തലവേദന എടുക്കും. അപ്പോൾ ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് ഒരാളോട് സംസാരിച്ചപ്പോൾ അതും സ്ത്രീ തന്നെയാണ്, അവരും പറഞ്ഞു എന്നോട്, ചേച്ചി ഇതുപോലെ തന്നെ എനിക്കും ഉണ്ട് കേട്ടോ തലവേദനയും തുമ്മലും എപ്പോഴും. അത് എപ്പോഴാണ് എന്താ വരുന്നതെന്ന് പറയാൻ പറ്റില്ല, മുല്ലപ്പൂ വെച്ചാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല കുറച്ച് സ്ത്രീകൾക്കുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞു മുല്ലപ്പൂവിനോട് ഇഷ്ടക്കേടൊന്നുമില്ല, ഇഷ്ടമൊക്കെ തന്നെ ചൂടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഈ പോലെ ഒരു സൈഡ് എഫക്ട്സ് ഇടയ്ക്ക് വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഒരു മരുന്ന് കഴിച്ചാലും അങ്ങനെ അലർജി ഉള്ള ഒരാൾക്ക് ഒരു പരിധി വരെ മരുന്ന് കൊണ്ട് നിർത്താൻ പറ്റുമോ? അല്ല, ആ ഡയലോഗ് ഡെലിവറി ടൈമുകളിലൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത്? അതില് ചോദ്യം തന്നെയാണ്. ഇല്ല, കാരണം എനിക്ക് തോന്നുന്നു രഘുചേട്ടൻ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിരുന്നു. ഇപ്പോൾ നൈറ്റ് സീക്വൻസ് ഒക്കെ വരണമെങ്കിൽ ഈ മുല്ലപ്പൂ എടുക്കുന്ന സാധനം ഏറ്റവും ലാസ്റ്റ് വെക്കുക, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോണേക്കാൾ തൊട്ട് മുമ്പ് വെക്കുക. പിന്നെ മുല്ലപ്പൂ വെച്ചിട്ട് ഒത്തിരി ഡയലോഗ് പറയുന്ന സംഭവങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ മുല്ലപ്പൂ മണക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, അതിങ്ങനെ ലാസ്റ്റ് ഷോർട്ടായിട്ട് വെച്ചേക്ക് നമ്മൾ മണത്ത വഴി നോക്കിയിട്ടാണ് തീർന്നു ഓടി പോകാൻ വീട്ടിലോട്ട്, അത്ര ഉണ്ടായിരുന്നു. തൊട്ട് മുമ്പ് അത്തരം ഷോട്ടുകൾ മാറ്റി വെച്ച് അങ്ങനെയായിരുന്നു ഞങ്ങൾ ചെയ്തത്. സുമേഷ് ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെട്ടത്? സാധാരണ ഒരു ഭാസ്കർ റാസ്കൽ അങ്ങനെയുള്ള പടങ്ങളിൽ കൂടാതെ ദൃശ്യം 2-ലാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതിന് മുന്നേ കോമഡി സ്കിറ്റുകളിലും വന്നതാണ്. എങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിപ്പെട്ടത്? ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് ഇതിൻ്റെ അണിയറ പ്രവർത്തകരുടെ തന്നെ വന്നത്. കാരണം ഇവർ ചർച്ച ചെയ്യുമ്പോഴൊന്നും ഞാൻ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നോട് ചേട്ടൻ പറയാലല്ലേ, സുമേഷിൻ്റെ ജ്യേഷ്ഠനാണ് ഈ പടത്തിൻ്റെ ലൈൻ പ്രൊഡ്യൂസർ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പുള്ളിക്ക് ഈ ഇത്തരം വേഷങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ സിനിമയിൽ ഒരു വേഷം അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തിരുന്നു ശരിക്കും. പക്ഷേ പിന്നെ ഗ്രാജുവലി നമ്മൾ ഉണ്ടായ ചർച്ചകളിലും കാര്യങ്ങളിലും ഒക്കെ യാദൃശ്ചികമായിട്ട് പല രീതിയിലും ഒക്കെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 1 month പ്രോസസ്സെങ്കിലും നടന്നു സുമേഷിലേക്ക് എത്താനായിട്ട്. അദ്ദേഹം ചെയ്ത സിനിമകൾ, ചെയ്ത ഷോസ്, ഓൾറെഡി കോമഡി സംഭവം ചെയ്തു വെച്ച ആൾക്ക് നമ്മൾ ഇങ്ങനത്തെ കുറേ മാനറിസങ്ങളുള്ള ക്യാരക്ടർ കൊടുക്കുമ്പോൾ അത് എത്രത്തോളം ഒബ്സർവ് ചെയ്യുന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷേ ഞങ്ങൾ ഗ്രാജുവലി എല്ലാം നോക്കി പ്രൊഡ്യൂസറായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത്, പിന്നെ അതൊരു അറിയാലോ ഒരു പുതിയ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു നായക കഥാപാത്രമൊക്കെ ലീഡ് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ പ്രൊഡ്യൂസർ സൈഡ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കൺവിൻസ്ഡ് ആവണം. അത് സ്വാഭാവികമായിട്ട് സിനിമയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്തപ്പോൾ എന്തായാലും നമ്മൾ നല്ലൊരു സിനിമ ചെയ്യുന്നു, അപ്പോൾ അത് നമ്മളൊരു പുതിയ നായകനെയും കൂടെ നമുക്ക് ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാത്രമല്ല അദ്ദേഹം ഒരു ടാലൻറ്റഡ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അത് ഈ ക്യാരക്ടറിലൂടെ അദ്ദേഹത്തിന് അത് ചെയ്താൽ ഞങ്ങൾക്കും കൂടെ ഒരു ഇത് ക്രെഡിറ്റാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഡയറക്ടോറിയൽ സൈഡ് ആൻഡ് പ്രൊഡ്യൂസർ സൈഡ് ഞങ്ങൾ സുമേഷിലേക്ക് എത്തുന്നത്. അതായത് ക്ഷണിക്കപ്പെടാതെ കയറി വന്നൊരു അതിഥി. ദിയ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് എൻ്റെ. സ്കൂളിൽ പോകുന്ന കഥ ഇപ്പം പറഞ്ഞു, ഫോണിന് കുറച്ച് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അല്ലേ? അതെ അതെ, സ്കൂളിൽ പോകുന്നൊരു കുട്ടിയാണ്. സ്കൂളിൽ പോകുന്നൊരു കുട്ടിയാണ്. ഫോണിന് അഡിക്റ്റ് അല്ലേ, ഫോൺ അല്ലേ, പാട്ടൊക്കെ കേൾക്കുന്ന, എപ്പോഴും പാട്ടൊക്കെ കേൾക്കുന്ന ഒരാൾ, അത് ഒരു കുട്ടി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സുമേഷ് ചേട്ടൻ ഇപ്പം ദൃശ്യം 2-ല് നല്ലൊരു വേഷം ചെയ്തല്ലോ, അത് ഒരുപാട് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അതെ, ഇപ്പൊ ദൃശ്യം ആദ്യത്തെ ഫസ്റ്റിലുണ്ടായിരുന്ന ഒരു നടനാണ് കലഭവൻ ഷാജോ. പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായി, എനിക്ക് ആ ലാലേട്ടൻ്റെ ആ പണി കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വേഷം ചെയ്തു കഴിഞ്ഞിട്ട് ഒരുപാട് ഫ്രണ്ട്സും
ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു ചോദിച്ചു, നീ ഞങ്ങളുടെ ലാലേട്ടനെ ഇങ്ങനെയൊക്കെ ഇടിച്ചു അല്ലേ അങ്ങനെ. അപ്പം ദൃശ്യം 2 വരുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ചേട്ടനാണ് ഒരു വലിയൊരു പണി ലാലേട്ടൻ്റെ കൊടുക്കുന്നത്. അപ്പൊ ആ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് സിനിമ ഇറക്കി വലിയ ഹിറ്റായി, ചേട്ടൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നോ ഇപ്പൊ വഴിക്കൂടെ ആയാലും നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ ഈ പരിപാടിക്ക് പോകുമ്പോഴും അതുപോലെ എവിടെ ചെന്നാലും എന്നോട് ചോദിക്കുന്നത്, ലാലേട്ടനെ പറ്റിച്ച ആൾ പോണു, ഞങ്ങളുടെ ലാലേട്ടനെ പറ്റിച്ചല്ലേ, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരേ ഉള്ളൂ ഇപ്പോഴും. പിന്നെ അതുപോലെ എന്നെ ആ സമയത്ത് ഈ മോഹൻലാൽ ഫാൻസുകാർ വിളിച്ചിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നോട്. തല്ലൊന്നും കിട്ടിയിട്ടില്ല, അല്ല സ്നേഹത്തോടെ തന്നെയാണ്, എന്നാലും ഒരു ഭീഷണി തമാശ വിളിച്ചിട്ട് ഇങ്ങനെ ലാലേട്ടനെ പറ്റിച്ച് പക്ഷേ അത് അതിജീവിച്ച് ലാലേട്ടൻ പോയത് നന്നായി, അല്ലെങ്കിൽ പണി കിട്ടിയാനേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ദൃശ്യം 2 ആ കഥാപാത്രം സാബു എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇപ്പോൾ എവിടെ പോയാലും പറയുന്നതൊക്കെ. ഇനി ജവാനായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധാരണ ഒരു ജവാൻ ഒരു ഫാമിലിയിലേക്ക്, ഒരു ജവാൻ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മുടെ കുടുംബത്തിൽ കടന്നു വരുമ്പോൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. ഇതൊരു മുല്ലപ്പൂ വരുമ്പോൾ ഒരു സുന്ദരിയായ അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പുഷ്പമാണ് മുല്ലപ്പൂ. അത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ. അപ്പോൾ ആ ഒരു ബേസ് ചെയ്തിട്ടൊരു സ്റ്റോറി എങ്ങനെയാണ് ഈ ഡയറക്ടർക്ക് ഇത് എത്രത്തോളം ഇംപ്രസ് ചെയ്തു, ഇതിലേക്ക് എങ്ങനെയൊക്കെ കൊണ്ടുവരാമെന്നുള്ളത് കാര്യങ്ങൾ? അത് സിനിമയുടെ ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഭാഗമാണ്, ഈ ഇവരുടെ സ്വഭാവ സവിശേഷതകളിൽ ഒരു ഭാഗമാണ്. സിനിമ ശരിക്കും നമുക്കിവിടെ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പിന്നെ പറയുന്നുണ്ട്. അതാണ് എൻ്റെ ഹൈലൈറ്റ്. അതാണ് സിനിമയുടെ ഹൈലൈറ്റ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പെടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. പരമാവധി ചുരണ്ടുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രം റൈഡ് ചെയ്യുമ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാവാം. ഒരു വിപ്ലവം ഉണ്ടാവില്ലേ? വിപ്ലവം സിനിമ വിജയിക്കട്ടെ. ഇപ്പൊ ഈ നമ്മുടെ സമൂഹത്തിലൊക്കെ ആയാലും ഓരോ പടങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ അതിനകത്ത് ജനങ്ങൾ കണ്ടിട്ടായാലും മീഡിയക്കാരൊക്കെ ആയാലും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സമയമാണ്. ഒരു ക്യാരക്ടർ ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും ഇപ്പോൾ ചർച്ചാ വിഷയമാവാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ പടങ്ങളിൽ പൊതുവെ ഈ ജവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഹാസ്യ കഥാപാത്രങ്ങളായിട്ടാണല്ലോ നമ്മൾ കാണിക്കാറ്. ഇപ്പം മീശവാദവൻ അങ്ങനെയുള്ള കുറേ പടങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ, അപ്പോൾ അതിൽ നിന്ന് എന്താണ് വ്യത്യസ്തമാകുന്നത് ശരിക്കും? ക്യാരക്ടർ സൈഡ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ ജവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ സുമേഷ് ചെയ്യുന്ന ഗിരിധർ എന്ന് പറയുന്ന സ്വഭാവത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ജവാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തത എന്ന് പറയുന്നത്, അതിൽ ഈ പട്ടാളക്കാരൻ എന്ന് പറയുന്നത് കോമഡി ആയിട്ടാണ് പോസ്റ്റ് ചെയ്തേക്കണമെങ്കിൽ ഇതിലങ്ങനെയല്ല പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ ഗൗരവക്കാരനാണ്. ഇയാൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ പോലെ ചില ഇഷ്ടങ്ങൾ ഒക്കെ ഉണ്ട്. അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാകുന്നു. കഥയൊക്കെ വേറെ വഴിക്ക് പോകുന്നതാണ് കഥയൊക്കെ. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇപ്പോൾ ഒരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയിലെ പല സീനുകളുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ എന്ത് തുറന്നു പറയാനുള്ള അത്തരത്തിൽ എന്തെങ്കിലും സീനുകൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇന്നത്തെ സമൂഹത്തിൽ ഭയങ്കര വിഷയമുള്ള ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സിനിമയിലുണ്ടായ കുറച്ച് സീനുകളോ അങ്ങനെ കോമഡി അങ്ങനെ എന്തെങ്കിലും അതിലെന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ടില്ല? അങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അങ്ങനെ അതിഭയങ്കരമായ ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള പൊളിറ്റിക്കൽ പ്രോബ്ലംസോ ചർച്ച ചെയ്യുന്ന ഒരു സംഭവം ഇതിനകത്തില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷയം ഇല്ല. സുരേഷേട്ടാ, ഇപ്പോൾ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കുമ്പോൾ ചേട്ടൻ കോമഡി ആർട്ടിസ്റ്റായിട്ട് നിന്ന് പിന്നീട് സിനിമയിലേക്ക് എത്തിയ ഒരാളാണ്. അപ്പോൾ ചേട്ടന് മുൻപ് കോമഡി ഷോകളിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ കോമഡി അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇത് വന്നതിന് ശേഷം കോമഡിയിലും ഒരു ഫിൽട്രേഷൻ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. കാരണം ഇത് പൊളിറ്റിക്കൽ മാത്രമല്ല, മറ്റു പല ഇപ്പോൾ ജാതി സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിഹത്യകൾ, കറുപ്പ് വെളുപ്പ്, ബോഡി ഷേമിംഗ് ഒക്കെ, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ. അതുകൊണ്ട് അതൊക്കെ ലിമിറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നതും. പറയുമ്പോൾ തന്നെ അപ്പം തന്നെ അത് വേണ്ടെന്ന് വയ്ക്കുകയും, കാര്യം നമ്മൾ ചിലപ്പോൾ അറിയാതെ സമയത്ത് സ്പോട്ടൊക്കെ പറഞ്ഞു പോകും. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇതിൽ ചോദ്യം ചെയ്യൽ തുടങ്ങിയതിന് ശേഷം ഇതെല്ലാവരും പേടിച്ചത് ഫേസ് ചെയ്യണത്. ചിലപ്പോൾ
എന്താ പറയുക, ഇത്രയും നാളും അത്തരം കോമഡികളൊക്കെ പറഞ്ഞപ്പോൾ വളരെയധികം ചിരിച്ച് സന്തോഷിച്ച സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ അതിലൊക്കെ ബ്രേക്കായേക്കാണ്. അതുകൊണ്ട് എന്താ പറയുക, അതൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ചിരിക്കും. പക്ഷേ പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളല്ലേ നമുക്കുള്ളത്. അത് ഭയങ്കര ലിമിറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ. കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതുപോലൊരു വിഷയമുണ്ടായിരുന്നു, ഒരു നിറത്തിൻ്റെ പേരുള്ള ഒരു വിഷയമുണ്ടായിരുന്നു. അപ്പോൾ കോമഡി ചെയ്യുന്ന സമയങ്ങളിലും നമ്മളല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആയാലും അത് തീർച്ചയായും അത് ശ്രദ്ധിക്കേണ്ട ഒന്നാണോ? ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ശ്രദ്ധിക്കേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ ഇത് അത്തരമൊരു ചിന്താഗതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്ന് പറയാം. ഇങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്ന ആളല്ല. ഇപ്പോൾ ഒരാളെ ഇപ്പോൾ രാഷ്ട്രീയക്കാർ എത്ര പേരെ കളിയാക്കിക്കൊണ്ടാണ് എന്തോരം കോമഡികൾ ചെയ്യുന്നത്. അതിപ്പം അത് അവരിലേക്ക് എന്താ പറയുക, ഞങ്ങൾ കളിയാക്കപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ. ഇപ്പോൾ പണ്ട് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന പരിപാടി നടന്നുകൊണ്ടിരുന്നപ്പം പാട്ട് പാടി അങ്ങ് പോകും, നമ്മളെല്ലാവരും കൈയടിക്കും, ഇഷ്ടപ്പെടും, നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. പക്ഷേ സംഗതികൾ പോരാ, അത് പോരാ, ഇത് പോരാ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിലേക്ക് അത്തരം ചോദ്യങ്ങളൊക്കെ എത്തിയപ്പോൾ ജനങ്ങളും അത് ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. ശരിയാണ്, അവിടെ സംഗതി പോയി, ഇവിടെ മറ്റേ ഇത് വന്നില്ല, ടെമ്പോ വന്നില്ല, ഇതില്ല എന്നൊക്കെ ആയി തുടങ്ങി. എന്ന് പറയുന്ന പോലെ അവരിലേക്ക് ഇതൊന്നും ചിന്തിക്കാത്തവരിലേക്ക് ഇതൊക്കെ എത്തിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഈ ചോദ്യം ചെയ്യണത്. സ്റ്റേജിലൊക്കെ പോകുമ്പോൾ നമ്മളതൊക്കെ ലിമിറ്റ് ചെയ്തിട്ടാണ്. സ്റ്റേജിൽ ചെല്ലുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കുടിയനെ കളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ആളുകളിലേക്ക് എത്തിച്ചിട്ട് കാണുന്നത് കണ്ട് കോമഡി പറയുന്ന ഒരാളാണ് ഞാൻ. അവിടെ പറയാൻ നേരത്ത് എന്നിലൊരു എഡിറ്റർ ഉണ്ടാവുക, ഇത്രയും ഒരു എഡിറ്റിംഗ് ബൂത്ത് ഉണ്ടായിട്ട് അതിനകത്ത് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പോലും. ഒരാളെ കണ്ടിട്ട് എന്ത് പറയാൻ പാടില്ല അല്ലെങ്കിൽ എന്ത് പറയണമെന്ന് അവിടെ വെച്ച് സ്പോട്ടിൽ ഒരു സ്പോട്ട് എഡിറ്റിംഗ് നടന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അത് പല പ്രശ്നങ്ങളുണ്ടാക്കാം. പേടിച്ച് തന്നെയാണ് ഈ സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോകുന്നതും പല കാര്യങ്ങളൊക്കെ പറയുന്നത്. തുറന്ന് എന്തെങ്കിലും പറഞ്ഞു അത് അങ്ങനെ പറഞ്ഞ് എന്നൊക്കെ ചോദ്യം വരും. ഇപ്പോൾ ശിവതയ്ക്ക് ഒരു അടുത്ത വീട്ടിലെ പെൺകുട്ടി ആ ഒരു ഇമേജാണ് മലയാളികൾക്കിടയിലുള്ളത്. അത് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരണമെന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ്. ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം, പക്ഷേ അത് ഫുൾ ക്യാരി ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ അധികം വൈകാണ്ട് അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എപ്പോഴും നമ്മൾ ഒരേ ഇതിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ടൈപ്പ് കാസ്റ്റ് ആയിപ്പോവും. അപ്പോൾ എനിക്കും ഇടയ്ക്കൊന്ന് ചേഞ്ച് ആവണം, ഓഡിയൻസിലേക്ക് റീച്ച് ആവുന്നത് ഒരു വേറൊരു രൂപത്തിലായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു മേക്ക് ഓവറും വേണം. പക്ഷേ മേക്ക് ഓവർ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അത് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ക്യാരി ചെയ്യണം. അത് എന്നെനിക്ക് പറ്റുന്നു അന്നായിരിക്കും ഞാൻ മേക്ക് ഓവർ ചെയ്യുന്നത്. ഇപ്പോൾ അതേ കണ്ണുകൾ പോലുള്ള ചിത്രങ്ങൾ അതിലൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രം ചെയ്തു. എന്തുകൊണ്ടാണ് മലയാളത്തിൽ അതുപോലൊരു ചിത്രം അല്ലെങ്കിൽ അതുപോലൊരു ക്യാരക്ടറിലേക്ക് താങ്കളെ വിളിച്ചില്ല എന്ന് തോന്നാനാണ്? അല്ല, മലയാളത്തിൽ ഷിക്കാരി ശംഭൂര് ആക്ച്വലി നെഗറ്റീവ് ആയിരുന്നു, പക്ഷേ ടുവേർഡ്സ് എൻഡ് ആയിരുന്നു മനസ്സിലായത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെയ്ത കുറച്ച് മൂവീസൊക്കെ നോക്കി എനിക്കറിയില്ല. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത കുറച്ച് പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴിൽ ആദ്യം എനിക്ക് തോന്നുമായിരുന്നു തമിഴിലാണ് കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എനിക്ക് കിട്ടുന്നത്, കൂടുതൽ അഭിനയ സാധ്യത അവിടെയാണ് എനിക്ക് കിട്ടുന്നത് ആസ് എൻ ആക്ടർ, എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തൊരു 3-4 പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് ഓക്കെ, അവിടെ കിട്ടിയിരുന്ന പോലെ തന്നെ എനിക്ക് ഇവിടെയും കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട്. ഇപ്പോൾ ജവാനും മുല്ലപ്പൂ എന്ന ചിത്രത്തിലേക്ക് ഒരു കുടുംബിനി എന്ന കഥാപാത്രത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും ആ പഴയ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് അതുപോലെ ആകുമെന്ന് ചിന്തിക്കുന്നുണ്ട്? അല്ല, ഇതിൽ ആക്ച്വലി ജയശ്രീ ടീച്ചർ ഇപ്പം ഗേൾ നെക്സ്റ്റ് ഡോറൊക്കെ ആണെങ്കിൽ പോലും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത്രയും നല്ലൊരു കഥാപാത്രത്തിന് എന്തുകൊണ്ട് ചെയ്തുകൂടാ, മീൻസ് ടൈപ്പ് കാസ്റ്റ് ആയിപ്പോന്ന് വിചാരിച്ചിട്ട് അവോയ്ഡ് ചെയ്യേണ്ട എനിക്ക് തോന്നിയില്ല. കാരണം നമ്മളെപ്പോഴും ഒരു നല്ല കഥാപാത്രം വരണം, ഒരു നല്ല കഥ വരണം, നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നാണ് വിചാരിക്കുക. അപ്പോൾ ഇത് ചെയ്താൽ വീണ്ടും ടൈപ്പ് കാസ്റ്റ് ആയിപ്പോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിപ്പോയിരിക്കും റിലീസാവുന്ന സമയത്ത്. പക്ഷേ തുടർന്ന് ഞാൻ ചെയ്യുന്ന പടങ്ങൾ ഇതുപോലത്തെ അല്ല. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ആവില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. മോളോടാണ് ഈ ഷൂട്ടിംഗ് സെറ്റിലുണ്ടായ രസകരമായ എന്തെങ്കിലും അനുഭവം, അതേപോലെ തന്നെ ഇവരിവിടെ സംസാരിക്കുന്ന പോലെ രസിച്ച് നല്ല സന്തോഷത്തിലാണോ സെറ്റിലേക്ക് പോയി ഷൂട്ടൊക്കെ വർക്ക് ചെയ്യുക? കാരണം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എനിക്ക് എൻ്റെ ഫസ്റ്റ് മൂവിയാണ്, അപ്പോൾ എനിക്ക് ടെൻഷനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ക്രൂ മെമ്പേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് ടെൻഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫണ്ണായിട്ട് ഞാൻ ശിവത ചേച്ചി ഞാനും കൂടെ 2 വീലർ ഫസ്റ്റ് 2 വീലർ ഓടിക്കുന്ന സീനായിരുന്നു. കുറച്ചേ അറിയുള്ളൂ. അപ്പം ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് വളച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് വീണുപോയി. ഞാൻ ചാടുള്ള ഇതിലിരിക്കായിരുന്നു, ഞാൻ പെട്ടെന്ന് ചാടി വീണുപോയി. എനിക്ക് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീലർ ഓടിക്കാൻ അറിയില്ല. പക്ഷേ ഞാൻ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്, 2 വീലർ ഓടിച്ചിട്ടുണ്ട്. അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ച് ആ സമയത്ത് ഓടിച്ചതാണ്. അപ്പോൾ ഇത് ഓടിച്ചു വന്നു, ആദ്യത്തെ കുറച്ച് ഇതൊക്കെ ഷോട്ടൊക്കെ എടുത്തു. പിന്നെ വീടിൻ്റെ അകത്തേക്ക് കയറ്റുന്ന ഷോട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാരണം അവിടെ മൊത്തം ചരലായിരുന്നു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, എങ്ങാനും ഓടിച്ചിട്ട് വീടാണെങ്കിൽ ചാടി ഇറങ്ങിക്കോണം, ഒന്നും നോക്കരുത്. അപ്പോൾ ആൾ റെഡി ആയിട്ട് ഇരുന്നിരുന്നേന്ന് തോന്നും. തിരിച്ചു വഴി താഴെ പോയി കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആൾ സേഫാണ്.
ഞാൻ എഴുന്നേക്കാൻ നോക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ യൂണിറ്റിൽ നിന്ന് വന്ന് പിടിച്ച് സഹായിച്ചതാണ്. പക്ഷെ പിടിക്കുന്നത് ആക്സിലറേറ്റ് തിരിച്ചിട്ടാണ്. ഞാൻ ഒന്ന് റൗണ്ട് കറങ്ങി തിരിച്ചെത്തുന്നു വിചാരിച്ചാണ്. പക്ഷെ ഭാഗ്യത്തിന് അതൊന്നും ഉണ്ടായിരുന്നില്ല. ആരോ ഒന്ന് താക്കോൽ ഓഫ് ചെയ്തു. അതെ, ആരോ വന്നിട്ട് ഓഫ് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ ഞാനൊരു റൗണ്ടൊക്കെ കറങ്ങി പതുക്കെ വരേണ്ടതായിരുന്നു. മോളുടെ വീട്ടില് മോൾ അഭിനയിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള അച്ഛനാണോ അമ്മയ്ക്കാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. അച്ഛനമ്മ ചേച്ചി അമ്മമ്മ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും ഭയങ്കര സുമേഷ് സപ്പോർട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെയല്ല, എല്ലാവരും അടിപൊളിയായിരുന്നു. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും അടിപൊളിയായിരുന്നു. അങ്ങനെ അല്ല, അവിടെ ശരിക്കും പറഞ്ഞല്ലോ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബമായിരുന്നു. എല്ലാവരും പറയുന്ന പോലെ തന്നെ ആണ്. പക്ഷേ എങ്കിൽ പോലും അതിൽ കൂടുതൽ ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും. എന്താ പറയുക, ഒരു സിനിമ അങ്ങനെ ഒരു വലിയൊരു ഒരു സംഭവം അങ്ങനെയൊന്നും അല്ലായിരുന്നു. സിമ്പിളായിട്ട് രസകരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഫണ്ണി ഇതൊന്നുമില്ല, എല്ലാം രസകരമായിരുന്നു. സ്റ്റേജ് ഷോയുടെ കാര്യം പറഞ്ഞാൽ മിമിക്രിക്കാരുടെ പ്രത്യേക ഒരു ഭാഷയാണ് മാട്ട കളിക്കാൻ പോകുന്നത്. ആ സമയങ്ങളിലെ സ്റ്റേജ് ഷോയിന്റെ സമയങ്ങളിൽ ആളില്ലാണ്ടായി പോണ ഒരു അവസ്ഥകളുണ്ട്. ഓഡിയൻസ് ഇപ്പൊ ഞാനിപ്പോ ഒരു മാട്ട കളിക്കാൻ വേണ്ടി പോയി, കുറച്ച് നേരം ആൾക്കാരുണ്ടാവും, തീരാ നേരത്തായിരിക്കും ചിലപ്പോൾ അറിയണം അവിടെ ആളുണ്ടാവില്ല എന്നുള്ള കാര്യം. കാരണം സ്റ്റേജിൽ മാത്രം കയറ്റുള്ളൂ. അങ്ങനത്തെ എന്തെങ്കിലും അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ഇവിടെ ദുബായിൽ പരിപാടിക്ക് പോയപ്പം പക്രുച്ചാൻ്റെ പരിപാടിക്ക് പോയപ്പം ഞാൻ ഇതേപോലെ തന്നെ കള്ളൂടിനായിട്ട് കയറി വരുന്നൊരു സീക്വൻസ്. അപ്പം ആദ്യം ഒരാൾ വന്ന് ആങ്കർ ചെയ്തിട്ട് അയാളോട് സംസാരിച്ചിട്ട് അയാളങ്ങ് പോകും. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഓഡിയൻറ്റുമായിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കി പിടിച്ച് ചാക്യാരൊക്കെ നടക്കുന്ന പോലെ അങ്ങനെയായിരുന്നു എൻ്റെ കൂടിയും കളിക്കുന്നത്. ഞാൻ സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ആൾക്കാരുണ്ട്, വലിയ ഹോള്, അതിൻ്റെ താഴത്ത് ഒരു പകുതി വിട്ട ആൾക്കാർ അപ്പുറത്തേക്ക് നിന്നിട്ട് എന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കാതെ അവരങ്ങോട്ട് തിരിഞ്ഞ് വർത്താനം പറയാൻ. അപ്പം ഞാൻ നോക്കിയപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഫുഡ് സ്റ്റാർട്ട് ചെയ്ത് ബൊഫേ ആയിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഓക്കെ അടുത്തത് ഇതാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര ചർച്ചയിലാണ്, ഇന്ന് വരെ കാണാത്ത പോലെ. ഞാനവിടെ നിന്നിട്ട് കുറച്ച് നേരം നോക്കിയത്. അപ്പം ഞാനിങ്ങനെ ആടണമല്ലോ, കുടിയനല്ലേ, ആടിയൊക്കെ നിന്ന് ആക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ആരും മൈൻഡ് ചെയ്യുന്നില്ല, ഒരു മനുഷ്യൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ചേച്ചിമാരുടെ സാരീനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അങ്ങനെ കേട്ട് നിൽക്കുന്നു. ഞാൻ പിന്നെ ഗതി കെട്ട് കുറച്ച് നേരം ഞാൻ ചമ്പരമ്പടി ഇട്ടിട്ടിരുന്നു സ്റ്റേജിൽ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു ഏക ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കിടന്ന് കറങ്ങുന്ന ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ഒരു ലൈറ്റ് ഉണ്ട്. ഈ സാധനം കിടന്ന് കറങ്ങും. അങ്ങനെ ഞാൻ പിന്നെ ഇതിനൊരു ക്യാരക്ടറാക്കിയിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് പോയിരുന്നു, നീ കറങ്ങിക്കോ, നീ മാത്രമേ ഇവിടെ അനങ്ങുന്നുള്ളൂ, ബാക്കിയുള്ളത് ഒക്കെ വേറെ പണിയില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നീ എത്ര അടിച്ചു, ഇങ്ങനെ കിടന്ന് തല കറങ്ങാനുള്ള കാര്യം എന്താ? അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ കൂടുതലാക്കിയത്, കറങ്ങടാ നീ കറങ്ങി കളിക്കുകയൊക്കെ, ഇവരാരും മൈൻഡ് ചെയ്യില്ല നമ്മളെ, നീ എത്ര കറങ്ങിയാലും ഇങ്ങോട്ട് നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കി പറഞ്ഞ് ഓരോരുത്തരെ തിരിച്ച് ഞാൻ വന്നിട്ട് കൂവൊക്കെ ചെയ്തു. ഞാൻ അങ്ങോട്ട് കൂവി വിളിച്ചു വരുത്താനായിട്ട്. എന്നിട്ട് പിന്നെ ഓരോരുത്തർ വന്ന് കറക്റ്റ് പിന്നെ വന്ന് കഴിഞ്ഞ് ഈ മിമിക്രിയിൽ നിന്ന് വന്ന ഒരാളാണല്ലോ സുമേഷേട്ടൻ. അതുകൊണ്ടൊരു ചോദ്യം ചോദിക്കണം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു സംവിധായകൻ പറയുണ്ടായി, പണ്ടത്തെ കാലഘട്ടത്തിൽ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മുടെ മലയാളത്തിൽ നല്ല കോമഡി ചെയ്യുന്ന നല്ല നടന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല കോമഡി സിനിമകളൊക്കെ കിട്ടിക്കൂടെ. ഇന്ന് ഈ പുതുതലമുറയിൽപ്പെട്ട ആൾക്കാർ കോമഡി നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരില്ല. അതുകൊണ്ട് അതുപോലത്തെ കോമഡി ജോണറുകളോ അങ്ങനത്തെ സിനിമകളൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ കോമഡി എന്ന് പറഞ്ഞ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കോമഡി നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്താണ് പറയുന്നത്? എനിക്ക് തോന്നുന്നത് അന്നുള്ളൊരു എന്താ പറയുക വിലയിരുത്തലല്ല ഇന്നത്തെ വിലയിരുത്തൽ. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ പറയുന്ന ഒന്നിനും ഒരാൾ പറയാതെ അതിന് മുമ്പ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച് വെച്ചാൽ അടുത്ത സ്റ്റേജിലേക്ക് നമ്മളൊന്ന് എഴുതി വെക്കപ്പെടുന്ന ഓരോ കൗണ്ടറുകൾ വരെ സാധാരണക്കാർ പറഞ്ഞു തുടങ്ങി. അതായത് നമ്മളെന്താണ് പറയാൻ പോകുന്നതെന്ന് വരെ മറ്റുള്ളവർക്ക് അറിയാം. ഇപ്പം തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇതിലൂടെ ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത്. ട്രോളൊക്കെ ഒരിക്കലും നമുക്ക് നമ്മൾ തന്നെ ചിരിച്ചു പോകും. അത്തരം കാര്യങ്ങൾ നമ്മൾ ഇനി വേദിയിലേക്ക് ചെന്ന് ആവർത്തനമായിരിക്കും. പിന്നെ നമുക്കൊന്നും പറയാനില്ലാതായി വരുന്നു.
അതാണ് പ്രശ്നം. പിന്നെ ഇപ്പോഴത്തെ സിനിമയ്ക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും പറയാൻ ഞാൻ ആളല്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ സിനിമയ്ക്കെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു എന്താ പറയുക ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെ ഇങ്ങനെയൊക്കെയല്ല. ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ സംവിധായകൻ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആര് ചെയ്താലും ആ സിനിമയിൽ അത് കോമഡിയാണ്. അല്ലെങ്കിൽ ആ ഒരു കോമഡി സീക്വൻസ് കുറേ റൗണ്ടുകൾ വരച്ചിട്ട് ഇന്ന സ്ഥലത്ത് കോമഡി, ഇന്ന സ്ഥലത്ത് സ്റ്റണ്ട്, ഇന്ന സ്ഥലത്ത് പാട്ട്, അതിലേക്ക് ഏത് ആർട്ടിസ്റ്റ് വന്നു ചാടിയാലും എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ആ പോകുന്ന രീതിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ചിരി വരും എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു പടത്തിൻ്റെ കോമഡി എന്ന് പറയുന്നത്. പല സിനിമകളും ഇപ്പം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ കോമഡി എന്ന് പറയുന്നത് ഏറ്റവും അഭിനയത്തിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഇത്തരത്തിൽ സിനിമയിലോ അതുപോലെ തന്നെ സ്റ്റേജിലോ ഒക്കെ ചെയ്ത് ചീറ്റി പോയിട്ടുണ്ട് എവിടെയെങ്കിലും? കാരണം ഏറ്റവും ടഫായിട്ടുള്ളൊരു മേഖലയാണ് കോമഡി. അത് കറക്റ്റായിട്ട് ആ ഒരു ബേസിൽ വന്നില്ലെങ്കിൽ ഏറ്റവും തകർന്നു പോകുന്ന ഒരു സംഭവമാണ് കോമഡി. അപ്പോൾ അത് എവിടെയെങ്കിലും ഇപ്പോൾ സിനിമയിലാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും എവിടെയെങ്കിലും ചീറ്റി പോയിട്ടുണ്ടോ? വലിയ രീതിയിൽ എന്നിട്ട് വലിയ പരിപാടി പൊളിച്ചിട്ടുണ്ടോ എന്ന്? അതെ, പരിപാടി പൊളിയുന്നതിൻ്റെ അങ്ങനെ എനിക്കങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല കൂടുതൽ. കാരണം വെച്ചാൽ ഞാൻ ഈ വൺ മാൻ ഷോ എന്ന് പറയുന്നത് ഈ കുടിയൻ്റെ ഒരു വൺ മാൻ ഷോ ആയതുകൊണ്ട് ഇന്നെ എവിടെ ഏതൊരു ഏരിയ ചെന്നാലും നമുക്ക് പറ്റിയൊരാളവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നിശ്ചിത ടീമോടെ ഉണ്ടാവും. ആ ടീമുകളെ ഞാൻ കണ്ടുപിടിക്കും, അവരിലേക്ക് എത്തും, കോമഡി പറയും. താൽക്കാലികമായിട്ട് അവരെ മാത്രം പറഞ്ഞ് നിർത്തിയാൽ മതിയെങ്കിൽ അത് നിർത്തിയിട്ട് ഞാൻ നേരെ വേദി കയറും, പാട്ടും പാടി ഞാൻ ഔട്ടാവും. എനിക്കൊരു അനുഭവം ഉണ്ടായത്, ചീറ്റിപ്പോയൊരു കഥ ഞാൻ പറയാൻ വേണമെങ്കിൽ. ഒരു പ്രഗത്ഭനായ ഒരു ഗായകൻ്റെ ഒരു പരിപാടിക്ക് ഈ പറയുന്ന അങ്കമാലിയിലായിരുന്നു. അങ്കമാലിയിൽ അതായത് അങ്കമാലിയിൽ വലിയൊരു ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് പരിപാടി നടക്കുന്നു. ഞാൻ വൺ മാൻ ഷോയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ബെല്ലി ഡാൻസ് ഉണ്ട്, പിന്നെ സിനിമാറ്റിക് ഡാൻസ്, പാട്ടുകാർ, അങ്ങനെയൊക്കെയാണ്. ഞാൻ ആദ്യം പാട്ടുകാർ കയറിയിട്ടൊരു മൂന്നാലഞ്ച് പാട്ട് പാടി. ആളുകൾ കൂവുകയാണ് ഇതുകൊണ്ട്. ആളുകൾ കൂവുന്നു, ഭയങ്കര കൂവൽ. പാട്ട് പാടുന്നതിന് തുള്ളുന്നില്ല, ചുമ്മാ കൂവുക. കുറച്ച് പാട്ട് പതുക്കെ വലിഞ്ഞു ഡാൻസ് കയറ്റി കൂവുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് മൂന്നാമതാണ് സുമേഷ് ചന്ദ്രൻ്റെ വൺ മാൻ ഷോ ആയിട്ട് കുടിയനായിട്ട് ഓഡിയൻസിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കയറി വരുന്നു. ഈ ഓഡിയൻസിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വരുമ്പോഴും ഈ കൂവൽ നിന്നിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും ഈ ഇച്ചിരി കൂടുതലായതുകൊണ്ട് കൂവലിലൊന്നും നമ്മൾ അടങ്ങുമല്ലോ, വന്ന ആളെന്ന് പറഞ്ഞിട്ട് കയറണമല്ലോ. വന്ന് കയറി വന്നിട്ട് ഞാൻ ഈ കൂവുന്നതിനെതിരെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഞാനൊന്നും പറഞ്ഞിട്ട് പോലുമല്ലോ കൂവിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു എനിക്കറിയാം ഇതാരാ കൂവുന്നതെന്ന്. ഈ ഇവിടെയുള്ള കുറേ സുരേഷും കൂട്ടുകാരുമാണ് എന്നെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ട് കൂവെന്നൊക്കെ പറഞ്ഞാൽ അവർ പതുക്കെ സൈലൻ്റായി വന്നിട്ട് ഇവർ വീണ്ടും ഇതുപോലെ തന്നെ കൂവൽ. ഞാനപ്പോൾ തന്നെ പറഞ്ഞു, നീ കൂവിക്കോ, രവി, സുഗു, സണ്ണി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ പേരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ഇനിയൊക്കെ സ്കെച്ച് ചെയ്ത് ഞാൻ ഒരു പാട്ടി അവിടെ നിന്ന് പാടിയിട്ടല്ലാണ്ട് ഞാൻ പോവില്ല. എനിക്ക് വീട്ടിൽ പിള്ളേരെ നോക്കിയിരിക്കുക, പാപ്പം മേടിച്ച് കൊടുക്കാനായിട്ട്. ഒരു പാട്ടെങ്കിലും പാടാണ്ട് എനിക്ക് പണിക്കാശ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞ് അങ്ങനെ കൈയടിച്ച് അവിടെ നിന്ന് പരിപാടി കഴിഞ്ഞിട്ട് പോയി. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇവർ മുഴുവൻ ഈ അങ്കമാലിയിലുള്ള ഓഡിയൻസ് മുഴുവൻ ബെല്ലി ഡാൻസിന് വെയിറ്റിംഗാണ്. നമ്മളവിടെ എന്ത് ചാർലി ചാപ്ലിൻ കളിച്ചിട്ടും കാര്യമില്ല, ബെല്ലി ഡാൻസിന് വെയിറ്റിംഗ് ആയി. പിന്നെ എന്താ പറയുക, സ്റ്റേജിൻ്റെ പുറകിലുള്ള ആൾക്കാർ വരെ ഫ്രണ്ടിൽ വന്നു. ഞാൻ ഗായകൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പ്രഷർ ചെയ്താലേ പാടുള്ളൂ. അതല്ല, പാട്ട് ഞാൻ അങ്ങനെ പാട്ട് ഞാൻ പഠിച്ചിട്ടില്ല. നമ്മുടെ പടത്തിലെ പാട്ട് പാടാം. ഞങ്ങൾ പാടും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അതല്ല, ഞാൻ നമ്മുടെ പടത്തിൽ വേണോ അത് വേറെ ഏതിനും വേണോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം പാടിയില്ലായിരുന്നോ? അതേ മതിയാ? അത് വേണ്ടല്ലോ ഇപ്പം. അപ്പോൾ നമുക്ക് നമ്മുടെ പടത്തിലെ പാട്ട് പാടാം. നമ്മളിപ്പോൾ ആ പടത്തിൻ്റെ പ്രൊമോഷൻ ആയിട്ട് ഞാനൊരു പാട്ടുകാരനാണെന്ന് തെളിയിക്കില്ലല്ലോ ഇവിടുത്തെ പരിപാടി.
നമുക്ക് ജിങ്ക ഞങ്ങളുടെ മൂന്നാമത്തെ പാട്ടാണ് ഈ സിനിമയിലെ മൂന്നാമത്തെ റിലീസായ പാട്ടാണ് ജിങ്ക ജിങ്ക ജിങ്കാല എന്നുള്ള നമ്മുടെ അടിപൊളി പാട്ട്. അവരോട് എന്താണ് അവസാനമായിട്ട് പറയാൻ? പ്രേക്ഷകരോട് ഞങ്ങൾ ഇന്ന് മൊത്തം എല്ലാവരോടും ഈ പറയുന്നത് തിയേറ്ററിൽ കാണണം. അതാണ് ഞങ്ങളുടെ ഹമ്പിൾ റിക്വസ്റ്റ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. അതെ, 100%. അത് ഞങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് തന്നെ പറയുന്നു. അങ്ങനത്തെ ചില ഇമ്പോർട്ടൻ്റ് ആയ ഇൻസിഡൻസ് ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ഈ ചിത്രത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് സക്സസ് ആകുമെന്നുള്ള വളരെയധികം പ്രതീക്ഷയിലും ശുഭാപ്തി വിശ്വാസത്തിലൊക്കെയാണ് ഞങ്ങളെല്ലാവരും, ഫുൾ ടീം. അപ്പോൾ തിയേറ്ററിൽ കാണുമെന്ന് പറയും. ജവാനും മുല്ലപ്പൂവും വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നില്ലടി പെണ്ണെ നിന്നെ ഞാനിന്ന് കണ്ടോട്ടെ, ആ നീലപ്പാവാട വാങ്ങിത്തരാം പെണ്ണെ, നീ എൻ്റെ കൂടെ പോരടി പെണ്ണേ, നീ എൻ്റെ കൂടെ പോരടി പെണ്ണേ. ജിങ്ക ജിങ്ക ജിങ്കാലേ.